നമസ്കാരം, KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ് രഘുവരൻ. പ്രധാന വാർത്തകൾ. കുട്ടനാട് പാക്കേജിൽ വീഴ്ച വരുത്തിയെന്ന ആക്ഷേപം മറികടക്കുവാൻ കൊടിക്കുന്നിൽ സുരേഷിന് വീണ്ടും ഒരവസരം കൂടി. കാർഷിക രംഗത്തിന് പുത്തൻ ഉണർവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കർഷകർ. SNDP നിലപാടുകളെ വീണ്ടും ചോദ്യം ചെയ്ത DCC നേതൃത്വം. ഷാനിമോൾ ഉസ്മാനെതിരെ ശക്തമായ പ്രവർത്തക രോഷം. കുട്ടനാടിലെ കുടിവെള്ള പ്രശ്നത്തിനു പരിഹാരം ഇനിയുമേറെ അകലെ. നീരേറ്റുപുറം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം 16 മണിക്കൂറായി കുറച്ചു. വാർത്തകൾ വിശദമായി. കൊടിക്കുന്നിൽ സുരേഷിന്റെ രണ്ടാം വിജയത്തിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് കുട്ടനാട്ടിലെ നെൽ കർഷകർ. കുട്ടനാട് പാക്കേജ് എങ്ങും എത്താതെ കിടക്കുന്ന അവസരത്തിൽ ഇതിന് എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ സാധിക്കുമോ എന്നാണ് ഇവർ ഉറ്റുനോക്കുന്നത്. 2008 ജൂലൈ മാസം 24-നാണ് കുട്ടനാട് പാക്കേജിന് അംഗീകാരം ലഭിച്ചത്. എന്നാൽ പദ്ധതി തുടങ്ങി ഇന്ന് വരെ നടന്നിട്ടുള്ളത് അഴിമതി മാത്രമാണ്. ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു നേതാവിനോ സാധിച്ചിട്ടില്ലെന്നത് വാസ്തവം തന്നെയാണ്. അതേസമയം കൊടിക്കുന്നിൽ സുരേഷ് പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മങ്കമ്പിൽ സത്യാഗ്രഹം നടത്തിയതും ശ്രദ്ധേയമായിരുന്നു. എന്നാൽ കൊടിക്കുന്നിൽ മാവേലിക്കര മണ്ഡലത്തിൽ MP ആയിരുന്ന കാലത്താണ് പദ്ധതിയെ ചുറ്റിപ്പറ്റി ഏറ്റവും കൂടുതൽ അഴിമതി കഥകൾ പുറത്തുവന്നത്. 1840 കോടി രൂപയുടെ പദ്ധതിയിൽ കാൽഭാഗം പോലും മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കാഞ്ഞത് ഭരണത്തിലിരിക്കുന്ന സർക്കാരുകളുടെ പിടിപ്പുകേടായിട്ടാണ് കുട്ടനാടൻ കർഷകർ കാണുന്നത്. പദ്ധതിയുടെ ഭാഗമായിട്ട് കുട്ടനാടൻ പാടശേഖരങ്ങൾക്ക് വിതരണം ചെയ്ത പെട്ടിയിലും പറയിലും വ്യാപക അഴിമതിയാണ് നടന്നിട്ടുള്ളത്. പദ്ധതി പൂർണ്ണമായി ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ കൈപ്പിടിയിൽ ഒതുക്കി അവർക്ക് തോന്നിയ വിധത്തിലാണ് പ്രവർത്തികൾ ചെയ്യുന്നത്. കുട്ടനാട് പാക്കേജ് നടപ്പാക്കിയെന്നും പറഞ്ഞ് കർഷകരിൽ നിന്നും വോട്ട് വാങ്ങി വിജയിച്ച കൊടിക്കുന്നിൽ സുരേഷിൽ കുട്ടനാടൻ ജനത വിശ്വാസമർപ്പിക്കുകയാണ്. അഴിമതിയുടെ കൂത്തരങ്ങായ പദ്ധതിയെ രക്ഷിച്ച് കുട്ടനാട്ടുകാർക്ക് സംഭാവന ചെയ്യുമെന്നും കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക ഭീഷണിക്ക് ശാശ്വത പരിഹാരം കാണുവാൻ AC കനാൽ തുറക്കുമെന്നും കനാലിന്റെ പ്രാരംഭ പണികൾ ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തുവെന്നും പറഞ്ഞാണ് കൊടിക്കുന്നിൽ തിരഞ്ഞെടുപ്പിനെ സമീപിച്ചത്. പാവപ്പെട്ട കുട്ടനാടൻ ജനത കൊടിക്കുന്നിൽ സുരേഷിന് നൽകിയ വിജയത്തിന്റെ പ്രത്യുപകാരമായി കുട്ടനാട് പാക്കേജിനെയും കുട്ടനാടൻ കർഷകരെയും രക്ഷിക്കുമെന്ന വിശ്വാസത്തിൽ. ന്യൂസ് ഡെസ്ക് KCV. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മുൻ AICC സെക്രട്ടറി ഷാനിമോൾ ഉസ്മാനുമെതിരായ രൂക്ഷമായ മുദ്രാവാക്യവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിച്ച KC വേണുഗോപാലിന്റെ വിജയത്തിന് ശേഷം നടത്തിയ പ്രകടനത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെയും ഷാനിമോൾ ഉസ്മാനെതിരെയും രൂക്ഷമായ മുദ്രാവാക്യം വിളികളോടെയാണ് അണികൾ വിജയാഘോഷത്തിൽ പങ്കെടുത്തത്. അതേസമയം ആലപ്പുഴ DCC പ്രസിഡന്റ് പരസ്യമായി വെള്ളാപ്പള്ളിയുടെ നിലപാട് തിരുത്തണമെന്നും ആവശ്യപ്പെട്ടത് ശ്രദ്ധേയമായി. ശ്രീനാരായണ ഗുരുവിന്റെ പാരമ്പര്യത്തെയും ജ്ഞാനത്തെയും തങ്ങൾ ബഹുമാനത്തോടെ കാണുന്നുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകളോടാണ് കോൺഗ്രസുകാർക്ക് യോജിപ്പില്ലാത്തതെന്നും പറഞ്ഞു. പറഞ്ഞാൽ തെറ്റിദ്ധരിക്കും. ശ്രീനാരായണ ധർമ്മത്തെയും ശ്രീനാരായണയെയും ആക്ഷേപിക്കുന്നു എന്നുള്ളതാണ് എന്റെ പേരുള്ള കുറ്റം. ഞാൻ ഈഴവ വിരോധിയായിട്ട് ചിത്രീകരിക്കും. ഞാൻ അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ശ്രീനാരായണ ധർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ആ ധാർമ്മികമായ അതിന്റെ പരിവേഷം അത് നിലനിർത്താനും അതിന്റെ ജീവിതത്തിൽ പകർത്താനും ആഗ്രഹിക്കുന്ന ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ അങ്ങനെ പോകണം, അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എളിയ പ്രവർത്തകനാണ്. അതുകൊണ്ട് ഞാൻ ആ പേര് പറയാൻ ആഗ്രഹിച്ചില്ല. പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, അദ്ദേഹം എടുത്ത നിലപാടുകൾ അത് ശ്രീനാരായണ ദർശനങ്ങൾക്കെതിരാണ്, ശ്രീനാരായണ ചിന്തകൾക്കെതിരാണ്, ശ്രീനാരായണ ധർമ്മത്തിനെതിരാണ്. ആ ധർമ്മത്തിനെതിരായ വിധിയെഴുത്തായിട്ട് മാത്രം അദ്ദേഹം ഈ വിധിയെഴുത്തിനെ കാണണം. ശ്രീനാരായണ ധർമ്മത്തിനെതിരായ വിധി എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ശ്രീനാരായണ ധർമ്മം പുലരുന്ന കാര്യത്തിൽ, ധർമ്മപരിപാലനത്തിന്റെ കാര്യത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എടുത്ത വ്യക്തിപരമായ സ്ഥാപിത താൽപര്യങ്ങൾക്കെതിരായുള്ള വിധിയെഴുത്തായി ഈ വിധിയെഴുത്തിനെ കാണണം. എന്നിട്ട് അദ്ദേഹം തിരുത്തണം. ശ്രീനാരായണ ധർമ്മം, അതിന്റെ ആ ദർശനം
ആ ചിന്തകൾ നമ്മുടെ സാമൂഹ്യ മാറ്റത്തിനും സാമൂഹ്യ പുരോഗതിക്കും ഉപകരിക്കുന്ന ഒന്നായി മാറണം. അതാണ് ശ്രീനാരായണ ഗുരുദേവൻ ആഗ്രഹിച്ചത്. അത് നമ്മുടെ നാട്ടിൽ പുലരണം. ഇതോടുകൂടി SNDPയും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും കലുഷിതമാവാനാണ് സാധ്യത. കുട്ടനാട്ടിലെ ശുദ്ധജല ക്ഷാമത്തിന് ശാശ്വത പരിഹാരമെന്ന നിലയിലാണ് നീരേറ്റുപുറം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിച്ചത്. 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കേണ്ട പ്ലാന്റിന്റെ പ്രവർത്തനം ഇപ്പോൾ 16 മണിക്കൂറായി കുറച്ചിരിക്കുകയാണ്. കടുത്ത വരൾച്ച മൂലം ശുദ്ധജലക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജലവകുപ്പിന്റെ വക കുട്ടനാട്ടുകാർക്ക് ഇരുട്ടടി നൽകിയത്. നീരേറ്റുപുറം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം 24 മണിക്കൂർ നടത്തിയ സമയത്ത് പോലും കുട്ടനാടിന്റെ ഉൾപ്രദേശങ്ങളിൽ ശുദ്ധജലം എത്തിക്കുവാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല. നീരേറ്റുപുറം ശുദ്ധജല പ്ലാന്റിന്റെ കരാർ നൽകിയിരിക്കുന്നത് സ്വകാര്യ കരാറുകാർക്കാണ്. ഇവർക്ക് 16 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യുവാൻ സാധിക്കൂവെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പ്ലാന്റിന്റെ പ്രവർത്തനം 16 മണിക്കൂറായി നിജപ്പെടുത്തിയത്. ഇതോടുകൂടി കുട്ടനാടിന്റെ പല പ്രദേശങ്ങളിലും ശക്തമായ കുടിവെള്ളക്ഷാമമാണ് നേരിടുന്നത്. കുട്ടനാട്ടിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ നിർമ്മിച്ച തിരുവല്ല കറ്റോട് പ്ലാന്റിന് യഥാർത്ഥ ഗുണം ലഭിച്ചത് തിരുവല്ല, ചങ്ങനാശ്ശേരി, തെങ്ങണ തുടങ്ങിയ പ്രദേശത്തെ ജനങ്ങൾക്കാണ്. കുട്ടനാട്ടിലെ ഉൾപ്രദേശങ്ങളായ കാവാലം, വെളിയനാട്, തലവടി, കൈനഗിരി, പുളുങ്ങുന്ന്, കണ്ണാടി, നീലംപേരൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ കുടിവെള്ളം തീവിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയാണ് നിലവിൽ. ന്യൂസ് ഡെസ്ക് KCV. വിദ്യാഭ്യാസ വായ്പയ്ക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ച പലിശ ഇളവ് നിഷേധിക്കുന്ന ബാങ്ക് അധികാരികളുടെ നടപടിക്കെതിരെ മെയ് 20-ന് ആലപ്പുഴ ലീഡ് ബാങ്ക് ഓഫീസ് മാർച്ച് നടത്തുമെന്ന് ഇന്ത്യൻ നഴ്സസ് പേരന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വായ്പയെടുത്ത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ 6 ലക്ഷം വിദ്യാർത്ഥികളാണ് കേരളത്തിൽ കടക്കെണിയിലായി കഴിയുന്നത്. ഇതിൽ പകുതിയോളം നഴ്സുമാരാണ്. ഭീമമായ പലിശ നിരക്കിലാണ് ബാങ്കുകൾ വായ്പ അനുവദിച്ചത്. 12% മുതൽ 19% വരെയായിരുന്നു പലിശ ഇനത്തിൽ വിവിധ ബാങ്കുകൾ വാങ്ങിക്കൊണ്ടിരുന്നത്. ആലപ്പുഴ ലീഡ് ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ച് അൺഎയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ജെയ്സൺ ജോസഫ് ഉദ്ഘാടനം ചെയ്യുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ രക്ഷിതാക്കൾ വളരെയധികം ഏകദേശം 6 ലക്ഷത്തോളം രക്ഷിതാക്കൾ ഇന്ന് വായ്പയെടുത്ത് കുട്ടികളെ പഠിപ്പിച്ചതിന്റെ ഭാഗമായി വലിയൊരു കടക്കണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു നല്ല ശതമാനം, പകുതിയിലേറെയും നഴ്സിംഗ് മേഖലയിൽ പഠിച്ച രക്ഷിതാക്കളാണ്. അവർ ഈ പലിശ ബാങ്ക് നിലനിർത്തിയിരുന്ന പലിശയുടെ ഭാഗമായി തങ്ങളെടുത്ത തുകയേക്കാൾ വളരെ വലിയ തുക ഇന്ന് കടക്കണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും കുട്ടികൾക്ക് തൊഴിലില്ല, അങ്ങനെയുള്ള സാഹചര്യത്തിൽ രക്ഷിതാക്കൾ ഈ തുക അടയ്ക്കാൻ പറ്റാത്തതിന്റെ ഭാഗമായി നടത്തിയ സമരങ്ങളുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി കേന്ദ്ര സർക്കാർ ഉപാധികളൊന്നും കൂടാതെ തന്നെ പലിശ എഴുതി തള്ളുവാൻ ഒരു തീരുമാനമെടുത്തു. പക്ഷെ ഈ തീരുമാനത്തെ അട്ടിമറിക്കുന്ന തരത്തിലാണ് ഇന്ന് ബാങ്കുകൾ നിലപാടെടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ സമരം ചെയ്ത് നേടിയ ഈ ഡിമാൻഡ് ബാങ്കുകൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ മേൽ കൂടുതൽ സമ്മർദ്ദ തന്ത്രങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ നന്ദൻ വലിയ പറമ്പിൽ, KS ഷീല, മൈന ഗോപിനാഥ്, CP പീതാംബരൻ, MA ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ, മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വിജയിക്കാനായെങ്കിലും കുത്തനെയുള്ള ഭൂരിപക്ഷത്തിന്റെ കുറവ് കോൺഗ്രസ് നേതൃത്വത്തിനും പ്രവർത്തകർക്കും ഒരുപോലെ കല്ലുകടിയായി. ശ്രദ്ധേയമായ രാഷ്ട്രീയാംഗം നടന്ന ആലപ്പുഴയിലും മാവേലിക്കരയിലും സിറ്റിംഗ് MPമാരും കേന്ദ്രമന്ത്രിമാരുമായ KC വേണുഗോപാലിനും കൊടിക്കുന്നിൽ സുരേഷിനും കുത്തനെയുള്ള ഭൂരിപക്ഷത്തിന്റെ കുറവ് വിജയത്തിളക്കത്തിന് മാറ്റുകുറച്ചു. തന്റെ പാളയത്തിൽ പടയുണ്ടായിട്ടും പ്രബല സാമുദായിക ശക്തികൾ തനിക്കെതിരെ നിന്നിട്ടും വിജയിക്കാനായത് UDFന്റെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിരുന്നും പറഞ്ഞ് വിജയം ആഘോഷിക്കുന്ന KC വേണുഗോപാലിന്റെ പ്രവർത്തനത്തിൽ തന്നെ ഭൂരിപക്ഷത്തിന്റെ പോരായ്മ പ്രതിഫലിച്ചു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നും വിജയിച്ചത് 59,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു. എന്നാൽ 5 വർഷത്തെ ഭരണത്തിന് ശേഷം നടത്തിയ തിരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രി കൂടിയായ KCക്ക് ലഭിച്ചത് വെറും 20,000 വോട്ടിന്റെ സ്വാഭാവിക വിജയം മാത്രം. അതേസമയം ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല മാവേലിക്കര സ്ഥാനാർത്ഥിയുടെയും അവസ്ഥ. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ സുരേഷിന് ലഭിച്ച ഭൂരിപക്ഷം 48,048 വോട്ടുകളായിരുന്നു. 2009 നിന്നും 2014 എത്തിയപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന് ലഭിച്ച ഭൂരിപക്ഷം 32,737 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ്. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ആഞ്ഞടിച്ച നരേന്ദ്രമോദിയുടെയും BJPയുടെയും കൊടുങ്കാറ്റിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട സംസ്ഥാനമെന്ന നിലയിൽ തൽക്കാലം UDFനും LDFനും ആശ്വസിക്കാം. ന്യൂസ് ഡെസ്ക് KCV. മോഡി തരംഗത്തിൽ ആലപ്പുഴ, മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലെ നില മെച്ചപ്പെടുത്തി BJP.
2009 തെരഞ്ഞെടുപ്പിൽ നിന്നും ഇരട്ടിയിലധികം വോട്ടാണ് 2014 തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേടുവാനായത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് മറിച്ചെന്ന ദുഷ്പേരി പേറേണ്ടി വന്ന പാർട്ടിയാണ് BJP. അതേസമയം 2014 തെരഞ്ഞെടുപ്പിൽ മോഡി തരംഗത്തിൽ തങ്ങൾക്ക് അനുകൂലമായ വോട്ടുകൾ മൊത്തം ലഭിച്ചതായി BJP നേതൃത്വം അവകാശപ്പെടുന്നു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച സോണി ജെ കല്യാൺകുമാറിന് നേടുവാൻ സാധിച്ചത് 19,711 വോട്ടുകളായിരുന്നു. അതേസമയം ഈ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി പ്രൊഫസർ AV താമരാശന് നേടുവാനായത് ഇരട്ടിയിലധികം വോട്ടായിരുന്നു. ആലപ്പുഴയിൽ ഇത്തവണ BJPക്ക് ലഭിച്ചത് 43,006 വോട്ടുകളാണ്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 2009 തെരഞ്ഞെടുപ്പിൽ BJPയുടെ PM വേലായുധന് നേടുവാനായത് 40,992 വോട്ടുകളായിരുന്നു. എന്നാൽ 2014 തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അഡ്വക്കേറ്റ് P സുധീറിന് ലഭിച്ചത് 79,666 വോട്ടുകളാണ്. ന്യൂസ് ഡെസ്ക് KCV. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. അഖില കേരള ധീവരസഭയുടെ പണ്ഡിറ്റ് കറുപ്പൻ ജന്മദിനാഘോഷം മെയ് 24 ശനിയാഴ്ച രാവിലെ 10 അമ്പലപ്പുഴ ടൗൺ ഹാളിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കവിയും സാമൂഹിക പരിഷ്കർത്താവും അധ്യാപകനുമായിരുന്ന പണ്ഡിറ്റ് KP കുറുപ്പന്റെ 129ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് യോഗം സംഘടിപ്പിക്കുന്നത്. ജന്മദിനാഘോഷ സമ്മേളനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ധീവരസഭ ജനറൽ സെക്രട്ടറി V ദിനകരൻ സ്വാഗതവും മുഖ്യാതിഥിയായി G സുധാകരൻ MLAയും പങ്കെടുക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി V ദിനകരൻ, സന്തോഷ് ജിതേന്ദ്രൻ തുടങ്ങിയവർ പറഞ്ഞു. കവിതരൻ പണ്ഡിറ്റ് KP കറുപ്പന്റെ 129ാം ജന്മദിനാഘോഷം ഇത്തവണ അമ്പലപ്പുഴയിൽ വെച്ചാണ് ധീവരസഭയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയാണ്. സമ്മേളനത്തിൽ അമ്പലപ്പുഴ MLA ശ്രീ G സുധാകരൻ, അമ്പലപ്പുഴ ഗോപകുമാർ, പ്രസ് ക്ലബ് പ്രസിഡന്റ് ജാക്സൺ ആറാട്ടൂള തുടങ്ങിയ നിരവധി പേർ പങ്കെടുക്കുന്നൊരു ചടങ്ങാണ്. ഈ അടുത്ത കാലത്ത് ആദ്യമായിട്ടാണ് അമ്പലപ്പുഴയിൽ വെച്ച്
ഈ പരിപാടി ഞങ്ങൾ നടക്കുന്നത്. സാധാരണ എറണാകുളം മറ്റ് ജില്ലകളിൽ വെച്ചൊക്കെയാണ് നടന്നത്. അമ്പലപ്പുഴയിൽ വെച്ച് ഞങ്ങൾ ഈ പരിപാടി ഇതുവരെ നടത്തിയിട്ടില്ല. തലവടി കൃഷിഭവന്റെ കീഴിൽ വരുന്ന വേഴപ്ര പരുത്തിക്കാട്ടുചാലിൽ പാടശേഖരം കൊയ്യുവാൻ യന്ത്രം കിട്ടാതെ കർഷകർ വലയുന്നു. 60 ഏക്കർ വരുന്ന പാടശേഖരത്തെ നെല്ലാണ് ഇത്തരത്തിൽ നശിക്കുന്നത്. 149 ദിവസം പ്രായമായ നെല്ലാണ് വിളവെടുക്കുവാൻ യന്ത്രം കാത്തുകിടന്ന് നശിക്കുന്നത്. പാടശേഖരത്ത് വെള്ളം കയറിയത് മൂലമാണ് യന്ത്രം ഇറക്കാനാവാത്തതെന്നാണ് യന്ത്രം കൊണ്ടുവരുന്ന ഏജന്റുമാർ പറയുന്നത്. അതേസമയം കുടുംബശ്രീ അയൽക്കൂട്ടത്തിലുള്ള സ്ത്രീകളെ കൊണ്ട് വിളവെടുക്കാനാണ് പാടശേഖരത്തെ കൃഷിക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. തലോടി പഞ്ചായത്തിൽ 9ാം വാർഡില് ഞങ്ങൾ 5 സ്ത്രീകൾ കൂടി കുടുംബശ്രീയുടെ 5 സ്ത്രീകൾ കൂടി 1 ഏക്കർ നിലം പാട്ടത്തിനെടുത്താണ്. ഞങ്ങൾക്ക് 27,000 രൂപയ്ക്ക് മേളിൽ ചെലവായി. ഇപ്പം 159 ദിവസമായി ഞങ്ങൾ കൃഷി ചെയ്തിട്ട്. ഇവിടെ വണ്ടി വേറെ കൊതാക്കേരി പാടത്ത് വന്നിട്ട് ഞങ്ങൾക്കിവിടെ വേനൽ മഴ കാരണം ഞങ്ങൾക്ക് ഈ വണ്ടി ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം മുട്ടിന് താഴെ വെള്ളമുണ്ട്. ആ വെള്ളത്തിലാണ് ഞങ്ങൾ കൃഷി. ഞങ്ങൾ 5 പേരും കൂടെ കൂടിയാണ് ഇത് കൊയ്തെടുക്കുന്നത്. ഇപ്പം 5-6 പേരെ ഞങ്ങൾ കൂലിക്കിറക്കി 400 രൂപയും ചിലവും കൊടുത്തു. പിന്നെ എന്നിട്ടും തീർന്നില്ല. പിന്നെ ഞങ്ങൾക്ക് അതിന് മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഞങ്ങൾ 5 പേരെ ഇറങ്ങിയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള നഷ്ടപരിഹാരം കിട്ടാണ്ട് കൃഷി ഓഫീസിൽ ചെന്ന് കൃഷി ഓഫീസറെ വിളിച്ചുകൊണ്ടൊന്ന് കാണിച്ചു. അപ്പോൾ എന്തെങ്കിലും അർഹതയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വണ്ടി ഇറങ്ങാൻ സൗകര്യം, വെള്ളം പറ്റിയ മോട്ടർ തിരിച്ചു വെച്ച് നിങ്ങൾ വെള്ളം അടിക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഇത്രയും വെള്ളം ദിവസം കൂടുന്ന കാരണം ഞങ്ങൾക്ക് അതിന് സൗകര്യം കിട്ടിയില്ല. അത് കാരണമാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇത് കുറച്ച് കൊയ്തെടുക്കാമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ ഇത്രയും പേരും കൂടി പറഞ്ഞ് കൊയ്യുന്നത്. ഇപ്പോൾ ഒത്തിരി കടബാധ്യതകളൊക്കെ ഉണ്ട്. അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുത്ത് അല്ലാതെ മറ്റ് പണയം വെച്ചും ഒക്കെ ഞങ്ങൾ കൃഷി ചെയ്തു. അപ്പോൾ അങ്ങനെ നഷ്ടപരിഹാരം കിട്ടത്തക്ക രീതിയിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ ചിലവെങ്കിലും കിട്ടണമെന്ന് താല്പര്യമുണ്ട്. തലവടി തൃക്കയിൽ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പ്രഥമ ശ്രീമദ് നാരായണീയ സപ്താഹ യജ്ഞത്തിന് വെള്ളിയാഴ്ച തുടക്കമായി. പാലക്കാട് പുതനൂർ ഹരിസേവിക ശ്രീഭദ്ര നാരായണി ആശ്രമത്തിലെ ഹരിശരണാർത്ഥി ബ്രഹ്മശ്രീ പെരിങ്ങര കേശവൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. അനുഭവിക്കാൻ പുറപ്പെടുന്ന ഒരാൾക്ക് അന്വേഷിച്ചിട്ട് വരില്ല. കാരണം എന്നും എൻ്റെ അടുത്ത് എന്നോട് ചേർന്ന് നിൽക്കുന്ന വസ്തുവാണ് ഈശ്വര സാന്നിധ്യം എന്നുള്ളത്. അതാണ് ഇവിടെ ഏതമോക്ഷത്തിലെ വലിയൊരു തത്വം മനസ്സിലാക്കാറുള്ളത്. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12-ന് അവഭൃത സ്നാനത്തോടെ ചടങ്ങുകൾ അവസാനിക്കും. ചങ്ങനാശ്ശേരി പിതൃവേദി മാതൃജ്യോതിസിന്റെ നേതൃത്വത്തിൽ അതിരൂപത തലത്തിൽ വൈധവ്യം നേരിടുന്നവരുടെ ഏകദിന ശില്പശാല അതിരൂപത പാസ്റ്റൽ സെന്ററിൽ നടന്നു. അതിരൂപത വികാരി ഫാദർ ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ ഉദ്ഘാടനം ചെയ്തു. ലാലി ഇളപ്പുങ്കൽ, ഫാദർ സിറിയക്, ജോസ് കൈലാത്ത്, മായ ജോയ് എന്നിവർ പങ്കെടുത്തു. വൈശ്യംഭാഗം പാതുവാപുരം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥ തിരുനാളിനോടനുബന്ധിച്ച് ശനിയാഴ്ച വൈകിട്ട് 6-ന് വൈദികരായ ഫാദർ വർഗീസ് പുത്തൻപുരയ്ക്കൽ, ഫാദർ പീറ്റർ മാതിരപ്പള്ളിയുടെ നേതൃത്വത്തിൽ തിരുനാൾ പ്രദക്ഷിണം നടന്നു. 100 കണക്കിന് വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. ഇനി ചരമവാർത്തകൾ. നിരണം അമ്മാനത്ത് വേലായുധൻ ആചാരി നിര്യാതനായി. 98 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കണ്ടങ്കരി കറ്റാപ്പള്ളി വീട്ടിൽ ജനാർദ്ദനൻ പിള്ള നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടനാട് പാക്കേജിൽ വീഴ്ച വരുത്തിയെന്ന ആക്ഷേപം മറികടക്കുവാൻ കൊടിക്കുന്നിൽ സുരേഷിന് വീണ്ടും ഒരവസരം കൂടി. കാർഷിക രംഗത്തിന് പുത്തൻ ഉണർവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കർഷകർ. SNDP നിലപാടുകളെ വീണ്ടും ചോദ്യം ചെയ്ത DCC നേതൃത്വം. ഷാനിമോൾ ഉസ്മാനെതിരെ ശക്തമായ പ്രവർത്തക രോഷം.
കുട്ടനാടിലെ കുടിവെള്ള പ്രശ്നത്തിനു പരിഹാരം ഇനിയുമേറെ അകലെ. നീരേറ്റുപുറം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം 16 മണിക്കൂറായി കുറച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.